എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പോത്തൻകോട് ജെയിൻസ് എക്സൽ കോളേജിൻ്റെ കെമിസ്ട്രി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നു മുതൽ നമ്മൾ കെമിസ്ട്രിയുടെ ആദ്യ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. മുൻപ് നിങ്ങൾക്ക് ശ്യാം സാറ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ള ചാപ്റ്ററിനെ കുറിച്ചും അതിലെ പ്രധാനപ്പെട്ട ചില ചാപ്റ്ററിലെ പോർഷൻസുകളെ കുറിച്ചുമൊക്കെ ക്ലാസ് എടുത്തിരുന്നു. ഇന്നു മുതൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി എന്നതാണ്. നമുക്ക് ഈ വർഷം പഠിക്കാനുള്ള 14 ചാപ്റ്ററുകളിൽ വളരെ എളുപ്പമുള്ള ചാപ്റ്ററും മുഴുവൻ മാർക്കും നേടാൻ കഴിയുന്നതും ആയ ഒരു സിമ്പിൾ ചാപ്റ്ററാണ് സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രി എന്ന ചാപ്റ്റർ. അപ്പോൾ കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പല ബ്രാഞ്ചുകൾ ഉണ്ട്. നിങ്ങൾ ഇനോർഗാനിക്കിനെയും ഓർഗാനിക്കിനെയും കുറിച്ച് മാത്രമേ മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുള്ളൂ. അതുകൂടാതെ ഫിസിക്കൽ കെമിസ്ട്രി, പോളിമർ കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, അങ്ങനെ നിരവധി ബ്രാഞ്ചുകൾ ഇനി കടന്നു വരുന്ന വർഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. കൊറോണ എന്ന മഹാമാരിക്കെതിരെ പോരാടി മികച്ച വിജയം കൈവരിച്ച് പോത്തൻകോട് ജെയിൻസ് എക്സൽ കോളേജിൻ്റെ ഭാഗമായി സയൻസ് ഗ്രൂപ്പ് എടുത്ത് ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നമ്മൾ ആദ്യ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ആ ചാപ്റ്ററിൻ്റെ ആദ്യം നമ്മൾ പഠിക്കുന്നത് മാറ്റർ എന്ന് പറയുന്ന ടേമിനെ കുറിച്ചാണ്. മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് ഓക്യുപ്പൈസ് സ്പേസ് എന്ന് വെച്ചാൽ സ്വന്തമായി ഭാരമുള്ളതും, വിച്ച് ഹാസ് മാസ് സ്വന്തമായി ഭാരമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതുമായ എല്ലാ വസ്തുക്കളെയും മാറ്റർ എന്ന് പറയും. ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേന ഒരു മാറ്ററാണ്. കാരണം ഇതിന് സ്വന്തമായി ഒരു മാസുണ്ട്. അതുപോലെ ഇതിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. എൻ്റെ ഈ വിരലുകൾക്കിടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ ഞാൻ ഒരു ഡെസ്കിലേക്ക് വെച്ചാൽ അത് സ്ഥിതി ചെയ്യുന്ന സ്ഥലം മാറും. അങ്ങനെ സ്വന്തമായി മാസുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ള എല്ലാ സബ്സ്റ്റൻസുകളെയും നമുക്ക് മാറ്റർ എന്ന പേരിൽ അറിയപ്പെടാം. ഓൺ ദ ബേസിസ് ഓഫ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് matter can be classified into 3 and they are solids, liquids and gases. നിങ്ങൾ മുൻ വർഷങ്ങളിൽ കേട്ടിട്ടുണ്ട് മാറ്റർ എക്സിസ്റ്റ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ് such as solids, liquids, gases and also in plasma, Bose-Einstein condensate, fermionic condensate, etc. But we have only studied about the 3 states of matter such as solids, liquids and gases. And first, solids substance have a definite shape and definite volume. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പേന ഒരു സോളിഡ് സബ്സ്റ്റൻസ് ആണ്. because it's have a definite shape and also have a definite volume. Volume means space occupied by the substance, that is known as volume. അപ്പോൾ അങ്ങനെ ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയുമുള്ള സ്റ്റേറ്റാണ് സോളിഡ് അല്ലെങ്കിൽ ഖരം എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതിലെ പാർട്ടിക്കിൾസുകൾ വളരെ ടൈറ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പാർട്ടിക്കിൾസുകൾ വളരെ ഞെരുങ്ങി ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അവർക്കിടയിൽ സ്ഥലം വളരെ കുറവാണ്. അവർ തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലാണ്. പാർട്ടിക്കിൾസ് ആർ വെരി ടൈറ്റ്ലി അറേഞ്ച്ഡ്. സ്പേസ് ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആർ വെരി ലോ. അട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്ടിക്കിൾസ് ആർ വെരി ഹൈ.
അവർക്കിടയിൽ സ്ഥലമില്ല, പക്ഷേ അവർക്ക് തമ്മിലുള്ള ആകർഷണ ബലം വളരെ കൂടുതലുമാണ്. ദാറ്റ് ഈസ് റീസൺ they have definite shape and definite volume. In liquids, particles are loosely arranged as compared to that of solids. Liquids ദ്രാവകങ്ങൾ എടുക്കുമ്പോൾ ഖര പദാർത്ഥങ്ങളിലേക്കാൾ കുറച്ചുകൂടി അകലെയാണ് പാർട്ടിക്കിൾസുകൾ ദ്രാവകങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത്. They have no definite shape but have definite volume. അവർക്ക് സ്വന്തമായി ഷേപ്പ് ഇല്ല, പക്ഷേ വോളിയം വ്യാപ്തം ഉണ്ട്. ദേ ക്യാൻ അറ്റൈൻ ദ ഷേപ്പ് ഓഫ് ദ വെസൽ ഇൻ വിച്ച് ദേ ക്യാൻ ടേക്കൺ. അത് എടുക്കുന്ന പാത്രത്തിൻ്റെ അതേ ഷേപ്പ് അറ്റൈൻ ചെയ്യാനുള്ള കഴിവ് ലിക്വിഡ്സുകൾക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു ബക്കറ്റിൽ എടുക്കുന്ന വെള്ളത്തിന് ബക്കറ്റിൻ്റെ ഷേപ്പായിരിക്കും. നമ്മളൊരു ഗ്ലാസ്സിലാണ് വെള്ളം എടുക്കുന്നതെങ്കിൽ അത് ഗ്ലാസിൻ്റെ ഷേപ്പിലേക്ക് മാറും. അങ്ങനെ ഏത് പാത്രത്തിലാണോ വെള്ളം എടുക്കുന്നത് ആ ഷേപ്പിലേക്ക് മാറാനുള്ള കഴിവ് ലിക്വിഡ്സിനുള്ളത്. ദേ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ബട്ട് ദേ ഹാവ് ഡെഫിനിറ്റ് വോളിയം. പാർട്ടിക്കിൾസ് ആർ ലൂസ്ലി അറേഞ്ച്ഡ് ആസ് കമ്പയർഡ് ടു ദാറ്റ് ഓഫ് സോൾസ്. സോൾസിനേക്കാൾ കുറച്ച് അകലെയാണ്. ആസ് എ ഡിസ്റ്റൻസ് ഇൻക്രീസസ് അട്രാക്ഷൻ ഈസ് ഡിക്രീസസ്. ഇൻ ഗ്യാസ് മോളിക്യൂൾസ് particles are very loosely arranged. The distance between the particles are very high and the force of attraction is very low. That is the reason they have no definite shape and definite volume. A gas is filled in a balloon. We consider that the volume of the gas is the volume of the balloon. നമ്മൾ ഒരു ഓക്സിജൻ അല്ലെങ്കിൽ നൈട്രജൻ അല്ലെങ്കിൽ ഹൈഡ്രജൻ വാതകം ഒരു ബലൂണിൽ നിറച്ചാൽ അതിൽ നിറച്ചിരിക്കുന്ന വാതകത്തിൻ്റെ ഗ്യാസിൻ്റെ വോളിയം എന്ന് പറയുന്നത് ആ ബലൂണിൻ്റെ വോളിയമായി സങ്കല്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ബട്ട് ദേ ഹാവ് നോ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. സോളിഡ്സ് ഹാവ് ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് ഡെഫിനിറ്റ് വോളിയം. ലിക്വിഡ്സ് ഹാവ് no definite shape but have definite volume. Gas molecules have no definite shape and no definite volume. Second classification of matter on the basis of chemical properties. So matter can be classified into two: pure substances and mixtures on the basis of their chemical properties. First one, pure substances. മലയാളത്തിൽ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന് വെച്ചാൽ അഴുക്ക പദാർത്ഥങ്ങളും നല്ല പദാർത്ഥങ്ങളും എന്നല്ല അതിൻ്റെ അർത്ഥം. ശുദ്ധ പദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് മീൻസ് ദ സബ്സ്റ്റൻസ് വിച്ച് കണ്ടെയ്ൻ ഓൺലി വൺ ടൈപ്പ് ഓഫ് കമ്പോണൻസ്. വൺ ടൈപ്പ് ഓഫ് കമ്പോണൻറ്റ് ഉള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ പ്യുവർ സബ്സ്റ്റൻസുകൾ തന്നെ രണ്ടെണ്ണം ആയി വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: എലമെൻസുകൾ എന്നും കോമ്പൗണ്ട്സുകൾ എന്നും. അപ്പോൾ പ്യുവർ സബ്സ്റ്റൻസ് കണ്ടെയ്ൻ ബോത്ത് എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. For example, elements like sodium, oxygen, hydrogen, potassium and compounds like water, ammonia, carbon dioxide, etc. are the examples of pure substances. Sodium contain only one type of components like sodium only. Oxygen is a molecule which contain only oxygen only. Hydrogen contain hydrogen only. Potassium contain potassium only. Water, in water only water molecules are present only. We do not see hydrogen in one part of water and oxygen in other part of water. That is not possible. So water contain water only. Ammonia contain ammonia only. Carbon dioxide contain carbon dioxide only.
that is the only one type of component is present in a compound, in a substance, that is known as pure substance. But in mixtures, more than one type of component is present. They are classified into two, and they are homogeneous mixtures and heterogeneous mixtures. Examples of homogeneous mixtures are sugar solution, salt solution, copper sulfate solution, etc. are the examples of homogeneous mixtures. For heterogeneous mixtures, soil, dust in air, chalk in water, etc. are the examples of heterogeneous mixtures. So mixtures contain two or more components, both in homogeneous and heterogeneous. Two or more components are present. First, we have take homogeneous mixtures. Sugar solution and salt solutions are the examples of homogeneous mixtures. Sugar solution contain sugar and water. Salt solution contain salt and water. Sugar solution contain two components, so that is a mixture. Salt solution contain two components, so that is a mixture. Soil contain two or more components, so that is a mixture. Dust in air contain more than two components, mixture. Chalk in water contain two components, that is a mixture. So only one component is present in a substance, that is known as pure substance. More than one component means two or more components are present, it is known as mixtures. Pure substance are again classified into two. They are elements and compounds. Elements മൂലകങ്ങൾ, compounds സംയുക്തങ്ങൾ. എലമെന്റ്സുകളും കോമ്പൗണ്ട്സുകളും ചേരുമ്പോഴാണ് നമ്മൾ അതിനെ ശുദ്ധപദാർത്ഥങ്ങൾ അല്ലെങ്കിൽ പ്യുവർ സബ്സ്റ്റൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആ എലമെന്റ്സുകളായാലും കോമ്പൗണ്ട്സുകളായാലും അതിൽ ഒരേ ഒരു ഘടക പദാർത്ഥം മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഒരേ ഒരു ഘടക പദാർത്ഥം മാത്രം അടങ്ങിയിട്ടുള്ള പദാർത്ഥങ്ങളെയാണ് നമ്മൾ പ്യുവർ സബ്സ്റ്റൻസുകൾ അല്ലെങ്കിൽ ശുദ്ധ പദാർത്ഥങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. പ്യുവർ സബ്സ്റ്റൻസിനെ എലമെന്റ്സുകളും കോമ്പൗണ്ട്സുകളുമായി ക്ലാസിഫൈ ചെയ്യുന്നു. എലമെന്റ്സ് contain only one type of atoms, but compound contain two or more type of atoms. ഒരേ ആറ്റങ്ങൾ മാത്രമുള്ളത് എലമെന്റ്സുകളും ഒന്നിലധികം ആറ്റങ്ങളുള്ളത് കോമ്പൗണ്ട്സുകൾ എന്ന പേരിലും അറിയപ്പെടും. സോഡിയം, ഓക്സിജൻ, ഹൈഡ്രജൻ, പൊട്ടാസ്യം, കാൽഷ്യം, അലൂമിനിയം, ഫോസ്ഫറസ്, these are the examples of elements and which contain only one type of atoms. But in compounds contain two or more atoms are present. In water, two types of atoms are present like hydrogen and oxygen. In ammonia, two types of atoms like nitrogen and hydrogen. In carbon dioxide, two types of atoms like carbon and oxygen. In glucose, three types of atoms like carbon, hydrogen and oxygen are present. So in elements only one type of atoms are present. In compounds two or more type of atoms are present. ഒന്നിലധികം ഘടക പദാർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ മിശ്രിതങ്ങൾ. ആ മിക്സ്ചേഴ്സുകളെ രണ്ടായി വീണ്ടും ക്ലാസിഫൈ ചെയ്യുന്നു. They are homogeneous mixtures and heterogeneous mixtures. Homogeneous means if a mixture having uniform property throughout the mixture, then they are known as homogeneous mixtures. ഇപ്പോൾ sugar solution is an example of a homogeneous mixture. In sugar solution,
ഹാവിങ് ഓൺലി യൂണിഫോം പ്രോപ്പർട്ടി ത്രൂ ഔട്ട്. നമ്മൾ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിൽ ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണ്. ഷുഗർ സൊല്യൂഷൻ മീൻസ് ഷുഗർ ഈസ് കംപ്ലീറ്റ്ലി ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. ആ സൊല്യൂഷൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ലേശം കുടിച്ചു നോക്കിയാലും അതിൻ്റെ താഴ്ഭാഗത്തുനിന്ന് ലേശം കുടിച്ചു നോക്കിയാലും അതിൻ്റെ നടുവിൽ നിന്ന് കുറച്ച് കുടിച്ചു നോക്കിയാലും ഒരേ ടേസ്റ്റ് തന്നെയായിരിക്കും. ദാറ്റ് ഈസ് നോൺ ആസ് യൂണിഫോം പ്രോപ്പർട്ടി. സോ അങ്ങനെ ഒരു മിക്സറിൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമാണെങ്കിൽ അത്തരം മിക്സറുകളെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് മിക്സേഴ്സ്. ഹെറ്ററോജീനിയസ് മിക്സേഴ്സ് മീൻസ് ഹാവിങ് different properties in different area. യൂണിഫോം പ്രോപ്പർട്ടി ആയാൽ ഹോമോജീനിയസ്, എല്ലായിടത്തും ഒരേ സ്വഭാവമായാൽ ഹോമോജീനിയസ്, എല്ലായിടത്തും വ്യത്യസ്ത സ്വഭാവങ്ങളായാൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹെറ്ററോജീനിയസ് മിക്സേഴ്സ്. സോയിൽ എന്ന് പറയുന്നത് എല്ലാ സ്ഥലത്തെ സോയിലിനും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ല. ഡസ്റ്റ് ഇൻ എയർ, എല്ലായിടത്ത എയറിലുമുള്ള ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒരുപോലെ ആയിരിക്കത്തില്ല. അതിൻ്റെ യൂണിഫോമിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയത്തില്ല. ചോക്ക് ഇൻ വാട്ടർ താഴേക്ക് പോകുമ്പോൾ ചോക്കിൻ്റെ അംശം കൂടുതലും മുകളിലേക്ക് വരുമ്പോൾ ചോക്കിൻ്റെ അംശം കുറവുമായിരിക്കും. അതുപോലെ ചെളിവെള്ളം, മഡ്ഡി വാട്ടർ, താഴേക്ക് വരുമ്പോൾ ചെളിയുടെ അളവ് കൂടുതലും മുകളിലേക്ക് വരുമ്പോൾ ചെളിയുടെ അളവ് കുറവുമായിരിക്കും. അങ്ങനെ എല്ലായിടത്തും ഒരേ അളവിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിരുന്നു എങ്കിൽ അതിനെ നമ്മൾ ഹോമോജീനിയസ് എന്നും, എല്ലായിടത്തും ഒരേ അളവിൽ അല്ല എങ്കിൽ അതിനെ ഹെറ്ററോജീനിയസ് എന്ന പേരിലും അറിയപ്പെടും. മിക്സേഴ്സ് വിത്ത് നോൺ യൂണിഫോം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ഈസ് നോൺ ആസ് ഹെറ്ററോജീനിയസ്. മിക്സേഴ്സ് വിത്ത് യൂണിഫോം കോമ്പോസിഷൻ ഈസ് നോൺ ആസ് ഹോമോജീനിയസ്. ഹോമോജീനിയസിന് എക്സാമ്പിളായി ഷുഗർ സൊല്യൂഷനെയും സാൾട്ട് സൊല്യൂഷനെയും കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനെയും നമുക്ക് എക്സാമ്പിളായി സെലക്ട് ചെയ്യാം. ഹെറ്ററോജീനിയസ് മിക്സേഴ്സുകളായി സോയിലിനെയും ഡസ്റ്റ് ഇൻ എയറിനെയും ചോക്ക് ഇൻ വാട്ടറിനെയും മഡ്ഡി വാട്ടറിനെയും ഒക്കെ സെലക്ട് ചെയ്യാം. സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ. ഒരിക്കൽ കൂടി ഞാൻ പറയാം. എന്താണ് മാറ്റർ? മാറ്റർ എന്ന് വെച്ചാൽ സ്വന്തമായി ഭാരമുള്ളതും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമായിട്ടുള്ളതുമായ എല്ലാ സബ്സ്റ്റൻസുകളെയും നമുക്ക് മാറ്റർ എന്ന് വിളിക്കാം. മാറ്റർ ഈസ് എനിത്തിങ് വിച്ച് ഹാസ് മാസ് ആൻഡ് occupies space. Matter can be classified into 3 on the basis of their physical properties such as solids, liquids and gases. ഖരം, ദ്രാവകം, വാതകം. ഡെഫിനിറ്റ് ഷേപ്പും ഡെഫിനിറ്റ് വോളിയവും ഉള്ളത് സോളിഡ്സിനാണ്. ഡെഫിനിറ്റ് വോളിയമുണ്ട്, ഷേപ്പില്ല, ലിക്വിഡ്സിനാണ്. ഡെഫിനിറ്റ് ഷേപ്പോ വോളിയമോ ഇല്ലാത്തത് ഗ്യാസ് മോളിക്യൂൾസിന് ആണ്. ഓൺ ദ ബേസ് ഓഫ് കെമിക്കൽ പ്രോപ്പർട്ടീസ് matter is classified into pure substance and mixes. Mixes are again classified into homogeneous and heterogeneous. Homogeneous having uniform properties throughout the mixes, heterogeneous having non-uniform property throughout the mixes. Sugar solution, salt solution, copper sulfate solution are the examples of homogeneous mixes. ഒരു സൊല്യൂഷൻ്റെ എല്ലാ ഭാഗത്തും ഒരേ സ്വഭാവമായാൽ അതിനെ ഹോമോജീനിയസ് മിക്സറുകൾ എന്ന പേരിലും, വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത സ്വഭാവമാണെങ്കിൽ അതിനെ ഹെറ്ററോജീനിയസ് മിക്സേഴ്സുകൾ എന്ന പേരിലും അറിയപ്പെടും. സോയിൽ, ഡസ്റ്റ് ഇൻ എയർ, ചോക്ക് ഇൻ വാട്ടർ, മഡ്ഡി വാട്ടർ എക്സെട്ര ആർ ദ എക്സാമ്പിൾസ് ഓഫ് ഹെറ്ററോജീനിയസ് മിക്സേഴ്സ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഗുഡ് നൈറ്റ്.